ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചക്കക്കുരു ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചൂടുകാലത്ത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇങ്ങനെ ഷെയ്ക്കും ജ്യൂസും അങ്ങനെ ആക്കി കുടിക്കുന്നതാണ്. ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ചക്കക്കുരുവിൻ്റെ ഷെയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ വിഭവങ്ങളാണ് ഇത് വേണ്ടതെന്നുള്ളതൊന്നും കണ്ടു നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഷെയ്ക്കാക്കാനുള്ള ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ചക്കക്കുരുവാണ്. ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഞാനൊന്ന് മിക്സിയിലിട്ട് ക്രഷാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്, പാല് തിളപ്പിച്ചായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതാണത്. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മധുരത്തിന് ആവശ്യമായ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കതിൽ ഒരു 3 സ്പൂൺ പഞ്ചസാര ഞാനിതിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അരച്ചതിന് ശേഷം ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ചും പാല് ചേർത്തിട്ട് അരച്ചെടുക്കാം. കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയിലെ പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ഈ അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ഒരു 2 ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കണം കേട്ടോ. ഒരുപാട് വേണ്ട, ചെറിയ തോതിലൊരു ഉപ്പിട്ടിട്ട് വേവിക്കണം. വേണ്ട കട്ടിയിലുമല്ല എന്നാൽ ലൂസിലുമല്ല, ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കണം. ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും ബദാമും അണ്ടിപ്പരിപ്പെല്ലാം ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ നമ്മളെ ചക്കക്കുരു ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബദാം ഷെയ്ക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിട്ട് ചക്കക്കുരു ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോഴും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.